ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ദോശയുടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു തക്കാളി കറിയുടെ റെസിപ്പി ആയാലോ. നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ടോ. അപ്പോൾ എല്ലാം ട്രൈ ചെയ്തൊക്കെ ഇഷ്ടമായില്ലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നാണെങ്കിൽ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. ഇനി അത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം ഇഞ്ചി ഉണ്ടാവും. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 2 സവാള, മീഡിയം വലുപ്പത്തിൽ 2 സവാള ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമ്മളെ സവാളയുടെ കളറൊന്ന് മാറി വരട്ടെ. ഇപ്പോൾ സവാള നന്നായിട്ട് നമ്മളിങ്ങനെ വഴറ്റി എടുത്തിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാള വഴന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇതുപോലെ ഒന്ന് കളർ മാറി വന്നാൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിലേക്ക് 3 മീഡിയം വലുപ്പത്തിലുള്ള തക്കാളിയും അതിൻ്റെ കൂടെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് 2-3 പച്ചമുളകും കൂടി ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ടിട്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മളെ പച്ചമുളകും തക്കാളിയൊക്കെ ഒന്ന് കളറൊന്ന് മാറി വരട്ടെ. ആ ഒരു സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏതാ തക്കാളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ കളർ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞളും അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ മുളക് പൊടിയിട്ടൊക്കെ ഒരു സ്മെല്ല് ഉണ്ടാവുമല്ലോ, അതൊന്ന് മാറി വന്നാൽ നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. നമ്മളപ്പോൾ ഇതിലേക്ക് ഇനി വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ, ഇത് മാത്രം മതി ഇതിലേക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പോളം പുളിവെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. നല്ല കട്ടിയില്ലാത്ത 1/2 കപ്പോളമുള്ള പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ഒന്ന് പുളിപ്പൊന്ന് നോക്കിയതിന് ശേഷം മാത്രം ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ തക്കാളി ഇന്ന് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളിപ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഇതായി തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഫുൾ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും കൂടി ഒന്ന് വറ്റി കിട്ടും. അല്ല ഇതുപോലെ വേണ്ടെന്നാണെങ്കിൽ ഇപ്പം തന്നെ അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു തക്കാളി കറിയുടെ റെസിപ്പി ആയിട്ട് ഇത്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം. ബൈ, താങ്ക് യു.